ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്ന് മെഗ്ഡിയുടെ വക ഒരു ക്രിസ്മസ് പാർട്ടി ഉണ്ട്. ക്രിസ്മസ് ഒന്നും അങ്ങോട്ട് ആയിട്ടില്ലെങ്കിലും ക്രിസ്മസിന് അത്യാവശ്യം നല്ല തിരക്കായിരിക്കുമല്ലോ. അതുകൊണ്ട് ഒരു ഗെറ്റ് ടുഗദർ പാർട്ടി നവംബർ മന്തിൽ തന്നെ അവർ നടത്തുന്നുണ്ടായി. അപ്പം ഞങ്ങളെല്ലാം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരുങ്ങി കെട്ടിപ്പോയത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം നമുക്കിങ്ങനെ ബൗൺസ് ചെയ്യുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. പിന്നെ അത് പ്ലസ് ഒരു റെസ്റ്റോറൻറ്റ് പ്ലസ് ബാറായിരുന്നു കേട്ടോ. ബാറാണെന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കാമായിരുന്നു. പിന്നെ ഡ്രിങ്ക്സും അതുപോലെ ഓർഡർ ചെയ്യാമായിരുന്നു. അതുകൂടാതെ ഒരു കംപ്ലീറ്റ് ബൊഫെ കൂടെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യമേ തന്നെ ഫുഡിലോട്ട് കയറി കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടാണ് ഈ ഗെയിമിലേക്ക് കടന്നത്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ നമ്മളെ 4-5 ടീംസായിട്ട് ഡിവൈഡ് ചെയ്തു. ഞങ്ങൾ എന്തായാലും മലയാളീസും ഇന്ത്യക്കാരെല്ലാം കൂടെ ഒരു ടീമിലോട്ട് അങ്ങ് ഞങ്ങൾ തന്നെ പേരെഴുതി കൊടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കമ്മ്യൂണിക്കേഷനൊക്കെ ഈസിയായി. പിന്നെ ഞാനിപ്പോൾ ബൗൺസ് ചെയ്ത് വീണത് കണ്ടത് ചക്ക വീണ മുയൽ ചത്തതാണ്. ഞാനിതിവിടെ പറഞ്ഞില്ലെങ്കിൽ ആരെങ്കിലും വന്ന് കമൻറ്റ് ചെയ്യുമെന്നുള്ളത് കൊണ്ടാണ് ഞാനിവിടെ പറയുന്നത്. അപ്പം വളരെ കഷ്ടപ്പെട്ടാണ് ആ ഒരെണ്ണമെങ്കിലും വീഴ്ത്തിയത്. അവരൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ബൗൺസിങ് ഗെയിമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എനിക്ക് തോന്നുന്നു 2-3 റൗണ്ട് കളിച്ചു. ശരിക്കും അത് ഒരു ടീമിന് ഒരു കംപ്ലീറ്റ് ഗെയിം കളിക്കുകയാണെങ്കിൽ എത്രയോ പേയ്മെൻ്റ് ഉണ്ട്. പക്ഷേ അതൊക്കെ മെഗ്ഡിയുടെ വക തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് ഞങ്ങൾ ഫുഡും ഓർഡർ ചെയ്ത് ഗെയിംസും ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് ശേഷം അപ്പോൾ ഞങ്ങളോട് വന്ന് പറയുന്നുണ്ട് ഇപ്പോഴേ ഫുഡ് കഴിച്ച് വയറ് നിറയ്ക്കേണ്ട, ഫുഡ് അല്ലാതെ ഉണ്ട് എന്നുള്ള രീതിയിൽ. അപ്പോൾ അതാ ഞങ്ങൾക്ക് എന്താ പറയുക ഡിന്നറായിരുന്നു കേട്ടോ. ഒരു ടീം ഡിന്നർ എന്നൊക്കെ പറയുന്ന പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഒരു ടേബിൾ അങ്ങ് സെറ്റ് ചെയ്തെടുത്തു. അവിടെ ഇരിക്കുന്ന മൊത്തം ആളുകളും മെഗ്ഡിയിൽ വർക്കേഴ്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അവിടെ നിങ്ങൾക്കറിയാമല്ലോ ജർമ്മൻ ഫുഡായിരുന്നു. അപ്പം കൂടുതലായിട്ടും ഈ പൊട്ടറ്റോസും അതുപോലെ സാലഡ്സും ഒക്കെ തന്നെയായിരുന്നു. പിന്നെ എന്തോ ഒരു മീറ്റ് ഐറ്റം ഉണ്ടായിരുന്നു. അപ്പം അതിനെക്കുറിച്ച് അവർ വന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ചെയ്തത്. ജർമ്മനിൽ പറഞ്ഞതുകൊണ്ട് തന്നെ ഒന്നും മനസ്സിലാവാത്തത് കൊണ്ടും പിന്നെ മുന്നിലിരിക്കുന്ന സാധനം കണ്ടതുകൊണ്ടും അങ്ങ് തൃപ്തിപ്പെട്ടു. അങ്ങനെ നമ്മളോട് ഒരു താങ്ക്സ് പറയാം കേട്ടോ, വന്നതിനും കാര്യമൊക്കെ താങ്ക്സ് ആണെന്നൊക്കെ നമ്മളങ്ങ് അസ്യൂം ചെയ്തതാണ്. അതും ജർമ്മനിലാണ് പറഞ്ഞത്. പിന്നെ അത് അവർ കട്ട് ചെയ്ത് വെക്കുകയാണ്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അവിടെ നിന്ന് ഇഷ്ടമുള്ള അത്രയും എടുക്കാമായിരുന്നു. പിന്നെ ഇതൊക്കെയായിരുന്നു കേട്ടോ ഫുഡ് ഐറ്റംസ്. പിന്നെ നമ്മുടെ ഒരു സ്പൈസസിൻ്റെ കുറവുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം കുരുമുളക് പൊടി ഉപ്പൊക്കെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ കഴിച്ചത്. അതിനുശേഷം ഒരു ഡെസേർട്ടും ഉണ്ടായിരുന്നു. അപ്പം ഫുഡ് വലിയ കുഴപ്പമില്ലായിരുന്നു. ബട്ട് ആദ്യം നമ്മൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ നല്ലതായിരുന്നു കേട്ടോ. പിന്നെ ഇത് അവരുടെ കംപ്ലീറ്റ്ലി ജർമ്മൻ ഫുഡായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോവാണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവരുടെയും കൂടെ ഉള്ളത്. അതും കൂടെ ഞാൻ ആഡ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ. അപ്പോൾ നിങ്ങൾ ഈ മുഖം കണ്ട് പരിചയം ഉണ്ടാവും ഏതെങ്കിലും ഒരു വീഡിയോയിൽ. അപ്പോൾ നമ്മൾ പോവാണ്. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെ